Dear students, welcome to the course ME 367 Non-Destructive Testing. This course comes under BTech 2015 scheme and credit offered for the course is 3. ME 367 Non-Destructive Testing is an elective course of 5th semester Mechanical Engineering. Okay, these are the topics coming under module 1. First part is introduction to NDT and second part is visual inspection. Now we are going to discuss the topic. First one, introduction. In the introduction part we will discuss the importance of testing, then types of testing, then we will define NDT and see the common methods. Then we will discuss importance of NDT, scope of NDT, advantages of NDT, difficulties of NDT or challenges of NDT, future progresses in NDT, then applications of NDT, and finally we will compare destructive testing and non-destructive testing. First of all, let us see the problems of defects once a defect is present in a component. Defects and flaws can be present inside the component or an engineering system. If they are not addressed, they can hamper the performance of a particular component or an engineering system. The defect can also reduce the life of the component and make them lead to failure if they are not detected and addressed. ഒരു കമ്പോണൻറ്റ് റോ മെറ്റീരിയലിൽ നിന്ന് പ്രൊഡക്റ്റ് ആക്കുന്നു, ഫൈനൽ പ്രൊഡക്റ്റ് ആക്കുന്നു. ആ സമയത്ത് എന്താണ്, അതിൽ ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു ഡിഫക്റ്റ് കാണിച്ചിട്ടുണ്ട്. എന്താണ്, കാസ്റ്റിംഗ് ഡിഫക്റ്റ്. ഇവിടെ ബ്ലോ ഹോൾ എന്ന് പറഞ്ഞൊരു ഡിഫക്റ്റ് കാണിച്ചിട്ടുണ്ട്. ആ ഫൈനൽ കമ്പോണൻറ്റിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്താണ്, അത് സർവീസിലോട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ കണ്ടീഷനിലോട്ട് വരുന്ന സമയത്ത് എന്താണ്, അത് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പം ആ പർട്ടിക്കുലർ കമ്പോണൻറ്റ് മാത്രമാവും ഫെയിൽ ആവുന്നത്, അല്ലെങ്കിൽ അതിന് അസോസിയേറ്റ് ചെയ്യുന്ന കമ്പോണൻസിനും ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ്, ഒരു കമ്പോണൻറ്റ് അത് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ സർവീസിലെത്തുന്നതിന് മുമ്പ് എന്താണ്, അതിലെന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. എന്നാൽ മാത്രമേ ആ കമ്പോണൻറ്റ് അല്ലെങ്കിൽ ആ എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിന് ബെറ്റർ ലൈഫ് കിട്ടുള്ളൂ. Fourth point, so it is important to detect this defect to be able to take corrective measures so that the performance of the system is not hampered. അതായത് ഒരു കമ്പോണൻറ്റിൽ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് കറക്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ എഞ്ചിനീയറിംഗ് സിസ്റ്റം അത് യൂസ് ചെയ്യുന്ന ആ കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിൻ്റെ ലൈഫ് എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുള്ളൂ. Once a component is made, it cannot be destroyed to detect the defect lying inside. അതിൻ്റെ മീനിങ് എന്താണ്, ഒരു റോ മെറ്റീരിയലിൽ നിന്ന് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടി, അതിലെന്തെങ്കിലും ഇൻറ്റേർണൽ ഡിഫക്റ്റ് ഉണ്ടോ അറിയാനുള്ള വഴി എന്താണ്, ഒന്നിക്കൽ അത് ബ്രേക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. പക്ഷേ ഇതൊരു പ്രാക്ടിക്കലി ഫീസിബിളായിട്ടുള്ളൊരു മെത്തേഡല്ല. കാരണം എന്താണ്, ഓരോ കമ്പോണൻറ്റും എന്താണ് ബ്രേക്ക് ചെയ്ത് ചെക്ക് ചെയ്യുക എന്നുള്ളതും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. വൺസ് ആ കമ്പോണൻറ്റ് ബ്രേക്ക് ചെയ്താൽ പിന്നെ അത് ഉപയോഗിക്കാനും പറ്റൂല. ഓക്കെ, അവിടെയാണ് എന്ത് വരുന്നത്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, NDTയിൽ എന്ത് ചെയ്യുക, NDT ക്യാൻ ഡു ദ ടെസ്റ്റിംഗ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ കമ്പോണൻറ്റ്. NDTയിൽ എന്താ ചെയ്യുന്നത്, ആ കമ്പോണൻറ്റിന് ഒരു ഡാമേജും വരുത്താതെ അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് NDTക്ക് രണ്ട് ഒബ്ജക്റ്റീവ്. അതിൽ ഒന്ന് ക്വാളിറ്റി കൺട്രോളാണ്, സെക്കൻഡ് മെയിൻ്റനൻസ് ആൻഡ് ഹെൽത്ത് മോണിറ്ററിംഗ് ആണ്. ക്വാളിറ്റി കൺട്രോൾ എന്താ വരുന്നത്, ബിഫോർ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സർവീസ്. ക്വാളിറ്റി എന്ന് വെച്ചാൽ ശരിക്കും ഫിറ്റ്നസ് ഫോർ യൂസ് ആണ്. ഒരു കമ്പോണൻ്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് വെച്ചാൽ ആ കമ്പോണൻറ്റ് സർവീസിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പട്ടെ അല്ലെങ്കിൽ എൻ്റെ യൂസറിന് ഡെലിവർ ചെയ്യുന്നതിന് മുമ്പട്ടെ മാനുഫാക്ചറിങ് കഴിഞ്ഞാടും എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അതിനെന്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, NDT ഉപയോഗിക്കുക. അതാണ് അതിൻ്റെ ക്വാളിറ്റി കൺട്രോളിൽ വരുന്നത്. അടുത്തത് എന്താണ്, മെയിൻ്റനൻസ് ആൻഡ് ഹെൽത്ത് മോണിറ്ററിങ്. NDTക്കുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻ സർവീസിലുള്ള കമ്പോണൻസിന് എന്ത് ചെയ്യുക, അതിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു കണക്റ്റിംഗ് റോഡ്, എഞ്ചിൻ്റെ ഉള്ളിൽ കണക്റ്റിംഗ് റോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, NDT ഉപയോഗിച്ചാൽ ടെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആ സർവീസ് കണ്ടീഷനിൽ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് സെക്കൻഡ് സ്കോപ്പായിട്ട് NDTയിൽ വരുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. അടുത്ത ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ്. ഫസ്റ്റ് വൺ, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്.
The material may be physically tested to destruction. Will normally specify a value for properties such as strength, hardness, toughness, etc. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ എന്താ ചെയ്യുന്നത്? മെറ്റീരിയൽ ലോഡ് ചെയ്തിട്ട് അതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യും. ഓക്കെ, ഒരിക്കൽ ഇത് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിന് ഉപയോഗിച്ച ആ മെറ്റീരിയൽ പിന്നെ എന്താണ് ഒരിക്കലും സർവീസിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, അത് സ്ക്രാപ്പായി. ഒരു കമ്പോണൻറ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിന് സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നെ അത് സ്ക്രാപ്പാണ്. ആ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തൊക്കെയാണ്? സ്ട്രെങ്ത്ത്, ഹാർഡ്നെസ്, ടഫ്നെസ് അതുപോലെയുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ടെൻഷൻ, കംപ്രഷൻ, ഷിയറിങ്, ടോർഷൻ, ബെൻഡിങ്, ബക്ലിംഗ് ടെസ്റ്റ്. ഇതൊക്കെ എന്താണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിന് എക്സാമ്പിളാണ്. അടുത്ത എന്താണ്? നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ NDT. സാമ്പിൾ ഓർ ഫിനിഷ്ഡ് ആർട്ടിക്കിൾസ് ആർ ടെസ്റ്റഡ് ബിഫോർ ബീങ് യൂസ്ഡ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ഇറ്റ്. NDTയിൽ എന്ത് ചെയ്യുന്നില്ല? ആ കമ്പോണൻറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. മീൻസ് ആ ടെസ്റ്റിങ്ങിന് ശേഷം, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിന് ശേഷം ഓക്കെ ഡിഫക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ എന്താണ് ആ കമ്പോണൻറ്റ് നമുക്ക് സർവീസിന് ഉപയോഗിക്കുക അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുക. അടുത്തത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. ഡിഫൈൻ ചെയ്യുന്നത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഇൻസ്പെക്ടിങ്, ടെസ്റ്റിംഗ് ഓർ ഇവാലുവേറ്റിംഗ് മെറ്റീരിയൽ components or assemblies for discontinuities or internal defects without destroying the serviceability of the part or system. In other words, when the inspection or test is completed, the part can still be used. NDTനെ അങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്താണ്? അതൊരു ടെസ്റ്റിംഗ് മെത്തേഡാണ്. ഓക്കെ, എന്തിനൊക്കെ? കമ്പോണൻസിനോ അസംബ്ലിനോ എന്ത് വേണം ടെസ്റ്റ് ചെയ്യുക. ആ ടെസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് എന്താണ് ആ കമ്പോണൻറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. ആ കമ്പോണൻറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യുക? ആ കമ്പോണൻറ്റിനെ എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് ദി എക്സാമിനേഷൻ ഓഫ് എൻ ഒബ്ജെക്റ്റ് വിത്ത് ദ ടെക്നോളജി ദാറ്റ് ഡു നോട്ട് അഫക്റ്റ് ദ ഒബ്ജെക്ട്സ് ഫ്യൂച്ചർ യൂസ്ഫുൾനെസ്. സിൻസ് NDT ഡസ് നോട്ട് permanently alter the article being inspected, it is highly valuable technique that can save both money and time in product evaluation. NDT ഒരു അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. എന്താണ്? NDTയുടെ സമയത്ത് ആ കമ്പോണൻറ്റ് ഡിസ്ട്രോയ് ചെയ്യാത്തതുകൊണ്ട് എന്താണ് വി ക്യാൻ സേവ് ബോത്ത് മണി ആൻഡ് ടൈം. അടുത്തത് 6 മോസ്റ്റ് കോമൺ NDT മെത്തേഡ്സ്. ഫസ്റ്റ് വൺ visual inspection, second one liquid penetrant testing, third one magnetic particle testing, fourth one ultrasonic testing, fifth one eddy current testing, sixth one radiography testing. We will discuss these topics in the upcoming lectures. Now let us see importance of NDT. NDT is used typically for the following reason. ഇമ്പോർട്ടൻസ് ഓഫ് NDT എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് NDT ഉപയോഗിക്കുന്നത്, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, NDT ഇൻക്രീസസ് ദി സേഫ്റ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഡ്യൂറിങ് ഓപ്പറേഷൻ. അതെന്ന് വെച്ചാൽ NDT ഒരു കമ്പോണൻറ്റിൻ്റെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അതിൽ ഡിഫക്റ്റ് ഒന്നും ഇല്ലയെന്ന് മനസ്സിലാക്കി. അങ്ങനെയുള്ള കമ്പോണൻ്റ് എന്താണ്? സേഫാണ്. ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ അത് സേഫാണ്. അതിൻ്റെ റിലയബിലിറ്റി എന്താണ്? കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു കമ്പോണൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കുക? NDT ഉപയോഗിക്കുക. ഇറ്റ് ഡിക്രീസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ബൈ റെഡ്യൂസിങ് സ്ക്രാപ്പ് ആൻഡ് കൺസർവിങ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എനർജി. അടുത്തത് NDT യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? സ്ക്രാപ്പ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. സ്ക്രാപ്പ് ഇൻ ഡിഫക്റ്റ്, കമ്പോണൻറ്റിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് അത് സ്ക്രാപ്പായി പോയി. നേരെ മറിച്ച് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു കമ്പോണൻറ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് അതിന് ശേഷമുള്ള പ്രൊഡക്റ്റ് ശരിക്കും എന്താണ് സ്ക്രാപ്പ് തന്നെയാണ്. നേരെ മറിച്ച് NDT ചെയ്യുന്ന സമയത്തോ അത് ഡിഫക്റ്റ് ഒന്നുമില്ലാത്ത പ്രൊഡക്റ്റാണെന്ന് എന്താണ് അവിടെ അത് സ്ക്രാപ്പായിട്ട് പോകുന്നില്ല. അതായത് സ്ക്രാപ്പ് റെഡ്യൂസ് ചെയ്തു. അതേപോലെ എന്തായി മെറ്റീരിയൽ കൺസർവ് ചെയ്യുക, ലേബർ ആൻഡ് എനർജി കൺസർവ് ചെയ്യുക. അടുത്തത് എന്താണ്? അടുത്ത NDT യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ സപ്ലൈഡ് ഡയറക്ട്ലി ടു ദി പ്രൊഡക്റ്റ്. പിന്നെ ടെസ്റ്റ് പാർട്സ് ആർ നോട്ട് ഡാമേജ്ഡ്, ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വേരിയസ് ടെസ്റ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ദി സെയിം പ്രൊഡക്റ്റ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ NDT എന്ന് വെച്ചാൽ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. ഓക്കെ, ഒരു കമ്പോണൻറ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ചെയ്തു, പിന്നെന്താ അത് സ്ക്രാപ്പാണ്, അതിൽ പിന്നെ വേറൊരു ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നേരെ മറിച്ച് NDT ആണെങ്കിലോ
ഒരേ കമ്പോണൻറ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സ്പെസിമെൻ പ്രിപ്പറേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ ഓരോ മെഷീൻസ് അതിനൊക്കെ അനുസരിച്ച് എന്താണ് സ്പെസിമെൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ട്. NDTയിൽ എന്താണ് അത് ആവശ്യമില്ല. 7th one, ഇറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ പാർട്ട് ദാറ്റ് ആർ ഇൻ സർവീസ്. NDT എന്ത് ചെയ്യുക, ഇൻ സർവീസിലുള്ള കമ്പോണൻസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഇൻ സർവീസിലുള്ള കമ്പോണൻറ്റിൽ ചെയ്യണമെങ്കിൽ എന്താണ് ആ സർവീസ് നിർത്തിയിട്ട് എന്ത് ചെയ്യണം, ആ കമ്പോണൻറ്റിനെ ആ സിസ്റ്റത്തിന് പുറത്തോട്ട് എടുത്തിട്ട് വേണം ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. NDT അങ്ങനെയല്ല, ആ കമ്പോണൻറ്റിൽ അസംബിൾ ചെയ്ത സമയത്ത് തന്നെ എന്ത് ചെയ്യുക, NDT ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ലോ ടൈം കൺസംഷൻ, ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രക്റ്റീവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ലെസ് ടൈം മാത്രമേ NDTക്ക് ആവശ്യമുള്ളൂ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് NDT എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻസിനെ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇറ്റ് എൻഹാൻസസ് ദ റെപ്യൂട്ടേഷൻ ഓഫ് മാനുഫാക്ചർ ആസ് എ പ്രൊഡ്യൂസർ ഓഫ് ക്വാളിറ്റി ഗുഡ്സ്. ഇതെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്നതാണ്. ഓക്കെ, ഒരു മാനുഫാക്ചറർ അയാൾ ഉണ്ടാക്കുന്ന കമ്പോണൻസ് എന്ത് ചെയ്യുന്നു, NDT വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. ഡിഫക്റ്റ് ഒന്നും ഇല്ല എന്നുള്ള കമ്പോണൻറ്റ് മാത്രമേ മാർക്കറ്റിൽ എത്തുന്നുള്ളൂ. ആ സമയത്ത് എന്താണ് മാനുഫാക്ചറർ എന്താണ് റെപ്യൂട്ടേഷൻ കൂടുകയും ചെയ്യും, അയാൾ എന്താണ് ബിസിനസ് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. നേരെ മറിച്ച് അയാൾ എന്താണ് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുന്ന കമ്പോണൻസ് ഡിഫക്ട്സിലെ കമ്പോണൻ്റ് ആണെങ്കിലോ പിന്നെ അതാരും ബൈ ചെയ്യുന്നുണ്ടാവില്ല, നോർമലി ആ ബിസിനസ് കൊളാപ്സ് ചെയ്യും. 10th one, NDT is also used widely for routine or periodic determination of quality of plant and structure during service. NDT എന്ന് പറഞ്ഞത് ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമല്ല പീരിയോഡിക് മെയിൻ്റനൻസിലും എന്തുണ്ട് NDT യൂസ് ചെയ്യുന്നുണ്ട്. ചില കമ്പോണൻസ് എയർക്രാഫ്റ്റ് കമ്പോണൻസ് എല്ലാം പവർ പ്ലാന്റ് പോലെയുള്ള ആപ്ലിക്കേഷനിൽ എന്താണ് അവിടെ പീരിയോഡിക്കായിട്ട് ടെസ്റ്റിംഗ് വേണം. കാരണം അവിടെ സേഫ്റ്റി കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ഫാക്ടറാണ്. പീരിയോഡിക് ടെസ്റ്റിംഗ് വേണം. അവിടെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, NDT ഉപയോഗിക്കാൻ പറ്റും. This is not only increases the safety of operation but also eliminate any forced shutdown of the plants. NDT യൂസ് ചെയ്യൽ വേറൊരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ പറയുന്നത്. പീരിയോഡിക്കായിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് എന്താണ് ആ ഷട്ട് ഡൗൺ ഓഫ് പ്ലാന്റ്സ്, പവർ പ്ലാന്റിൻ്റെ ഷട്ട് ഡൗൺ അതുപോലെയുള്ള സ്റ്റേറ്റിലോട്ട് എത്തുന്നില്ല. അടുത്തത് സ്കോപ്പ് ഓഫ് NDT. NDT plays a crucial role in everyday life and is necessary to assure safety and reliability. Typical examples are found in aircraft, spacecraft, motor vehicle, pipeline, bridge, train, power station, refineries, buildings and oil platforms, which are all inspected using NDT. NDTയുടെ സ്കോപ്പ് എന്ന് വെച്ചാൽ അത് ഇപ്പോൾ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ക്രൂഷ്യൽ റോളുള്ളൊരു ഫാക്ടറാണ് ഈ NDT എന്ന് പറയുന്നത്. ബിക്കോസ് സേഫ്റ്റി എന്ന് പറയുന്നതും റിലയബിലിറ്റി എന്ന് പറയുന്നതും ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. ഒരു കമ്പോണൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് സേഫ് ആയിരിക്കണം. ആർക്ക് ഓപ്പറേറ്റേഴ്സും വേറെ ആരെങ്കിലും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം അവിടെ സേഫ്റ്റി ആൻഡ് റിലയബിലിറ്റി ഉണ്ടായിരിക്കണം. അതാർക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും, NDTക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താ NDT ഈസ് എ ക്വാളിറ്റി അഷുറൻസ് മാനേജ്മെൻറ്റ് ടൂൾ which can give impressive result when used correctly. It requires an understanding of various methods available, their capabilities and limitation, knowledge of the relevant standards and specification for performing test. NDT എന്ന് വെച്ചാൽ എന്താണ് ഒരു ക്വാളിറ്റി അഷുറൻസ് ടൂളാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇറ്റ് വിൽ ഗിവ് ബെറ്റർ റിസൾട്ട്. അതിൻ്റെ മീനിങ് എന്താണ് ഒരുപാട് NDT മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ് എല്ലാ മെത്തേഡ്സും എല്ലാ കമ്പോണൻസിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓരോ മെത്തേഡിനും അതിൻ്റേതായ ലിമിറ്റേഷൻസും ഉണ്ട്. ഓക്കെ, അതൊക്കെ അറിഞ്ഞിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ എന്താണ് ഇറ്റ് വിൽ ഗിവ് ബെറ്റർ റിസൾട്ട്. ദീസ് ആർ NDT application at almost any stage in the production or life cycle of a component. സ്കോപ്പ് ഓഫ് NDT ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെ വരുന്നത് അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, ടു അസിസ്റ്റ് ഇൻ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡിസൈൻ ആൻഡ് ഫാബ്രിക്കേഷൻ കഴിഞ്ഞിട്ട് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. അതുകൊണ്ട് എന്താണ് NDT എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ടു സ്ക്രീൻ ഓർ സോർട്ട് ഇൻകമിങ് മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിന് തന്നെ എന്ത് ചെയ്യുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെടുക്കുക NDT ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ചില ഇൻഡസ്ട്രിയിലൊക്കെ ഈ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും കാസ്റ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫോർജ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും. അതിലൊക്കെ ഡിഫക്റ്റ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ആരും ഉപയോഗിക്കുക NDT യൂസ് ചെയ്യാനാവും.
then to monitor, improve or control manufacturing process, then to verify proper processing such as heat treatment, അതായത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള സർഫസ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള പ്രോസസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഡിഫക്ട്സ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുക, NDT ഉപയോഗിക്കുക. ടു വെരിഫൈ പ്രോപ്പർ അസംബ്ലിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ടു ഇൻസ്പെക്ട് ഫോർ ഇൻ സർവീസ് ഡാമേജ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് NDT. ഫസ്റ്റ് വൺ, അനാലിസിസ് ഓഫ് പാർട്ട് ക്യാൻ ബി ഡൺ വിത്തൗട്ട് ബ്രേക്കിംഗ് ഇറ്റ്. ഓക്കെ, അത് NDTയുടെ ബേസിക് ഡെഫിനേഷനിൽ തന്നെ വരുന്നതാണ്. കമ്പോണൻറ്റ് എന്ത് ചെയ്യുന്നില്ല, ബ്രേക്ക് ചെയ്യുന്നില്ല. സെക്കൻഡ് വൺ, കോസ്റ്റ് സേവിങ് പ്രൊസീജിയർ. തേർഡ് വൺ, improves the quality of production. Fourth one, saves the time in product evaluation. Fifth one, evaluation can be done at the manufacturing stage or in service stage. ഓൾറെഡി പറഞ്ഞതാണ്, മാനുഫാക്ചറിങ് കഴിഞ്ഞാലും അതിനെ എന്ത് ചെയ്യുക, കമ്പോണൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ എന്താണ് സർവീസ് നടക്കുന്ന സമയത്തും NDT വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാനാവും. സിക്സ്ത് വൺ, പോർട്ടബിൾ മോഡ് ഓഫ് ഇൻസ്പെക്ഷൻ. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് നോർമലി ചെയ്യുക വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ്. അതെന്താണ്, നോട്ട് പോർട്ടബിൾ ആണ്. പക്ഷേ NDT ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്താണ്, പോർട്ടബിൾ ആണ്. അതുകൊണ്ട് എന്താ, ആ ലാബിൽ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്യണമെന്നില്ല, ആ സർവീസ് സെൻറ്ററിൽ എവിടെയാണോ സർവീസ് നടക്കുന്നത് അവിടെയൊക്കെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സെവൻത്ത് വൺ, എക്യുപ്മെൻറ്റ്സ് ആർ ഈസി ടു ഹാൻഡിൽ. എയ്ത്ത് വൺ, സർഫസ് ഡിഫക്ട്സ് ആൻഡ് ഇൻസൈഡ് ഡിഫക്ട്സ് ക്യാൻ ബി ഈസിലി ഇവാലുവേറ്റഡ്. Next, difficulties of NDT or its limitations. First one, lack of skilled operators. NDT എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ന്യൂ ഏരിയ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. അതുകൊണ്ട് എന്താ, സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. NDT ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ എന്താണ്, ലാക്ക് ഓഫ് സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. പിന്നെ റേഡിയേഷൻ ഹസാർഡ്സ്, എക്സ്റേ പോലെയുള്ള ഹൈലി റേഡിയേറ്റീവ് ആയിട്ടുള്ള റേസ് ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ്, റേഡിയേഷൻ ഹസാർഡ്സ് ഉണ്ട്. പിന്നെ പവർ സോഴ്സ് റിക്വയർഡ്. പവർ സോഴ്സ് റിക്വയർഡ് എന്ന് വെച്ചാൽ ചിലപ്പം ഈ NDT ചെയ്യുന്നുണ്ടാവുക ഒരു ലാബിലൊന്നും ആയിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഈ റെയിൽവേ ട്രാക്കൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് മീൻസ് അവിടെ എന്താ, ആ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്താണ്, പവർ സോഴ്സ് അവൈലബിൾ ആയിരിക്കണം. പിന്നെ ഹൈ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്. ദെൻ ഫിഫ്ത്ത് വൺ, കമ്പോണൻറ്റ്സ് നീഡിങ് ടു ബി ക്ലീൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇൻസ്പെക്ഷൻ. NDT ചെയ്യുന്ന സമയത്ത് എന്താണ്, കമ്പോണൻറ്റ് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. സിക്സ് വൺ, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ ക്യാൻ സംടൈംസ് ബി അഫക്റ്റഡ് ബൈ ദ ഫിനിഷ് ഓഫ് എ കമ്പോണൻറ്റ്. അതായത് ഒരു കമ്പോണൻറ്റ് സർഫസ് ഫിനിഷ്, ഒരു NDT ഒരു മെത്തേഡിൻ്റെ സെൻസിറ്റിവിറ്റി ചിലപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതിൻ്റെ സർഫസ് ഫിനിഷിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഇൻ കേസ് ആ ഫിനിഷ് പൂറാണെങ്കിൽ എന്താണ്, കിട്ടുന്ന റിസൾട്ടും റോങ് റിസൾട്ടായിരിക്കാം. ദെൻ സം ടെസ്റ്റ് ആർ ഓൺലി എഫക്റ്റീവ് ഓൺ മെറ്റീരിയൽസ് ദാറ്റ് ആർ കണ്ടക്റ്റീവ്. എല്ലാ ടെസ്റ്റും എന്താണ്, എല്ലാ NDT മെത്തേഡ്സും എല്ലാത്തിനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ചില ടെസ്റ്റ് ഇതിനെ ഉപയോഗിക്കാനാവുള്ളൂ, കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ അതിൻ്റെ ചലഞ്ചസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ്. പിന്നെ സം മെത്തേഡ്സ് ആർ അഫക്റ്റഡ് ബൈ വേരിയേഷൻ ഇൻ മാഗ്നറ്റിക് പെർമിയബിലിറ്റി. നയൻത്ത് വൺ, ഇൻ സം നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് മെത്തേഡ്സ് ഓൺലി റിലേറ്റീവ്ലി നോൺ പോറസ് സർഫസ് ക്യാൻ ബി ഇൻസ്പെക്റ്റഡ്. സർഫസിൽ എന്താ പോറോസിറ്റി ഉണ്ടെങ്കിൽ എന്താണ്, ആ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ വരാം. അടുത്തത്, ഫ്യൂച്ചർ പ്രോഗ്രസ് ഇൻ NDT. ടു ജനറൽ ട്രെൻഡ്സ് ഇൻ NDT കമ്മ്യൂണിറ്റി ആർ ബേസ്ഡ് ഓൺ, ഫസ്റ്റ് വൺ ഇൻസ്ട്രുമെൻറ്റ്, സെക്കൻഡ് വൺ ഓപ്പറേറ്റർ. On the one hand, instrument is being developed to reduce the operator's involvement as much as possible through automating function and computerizing result. NDTയിലെ ഫ്യൂച്ചർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഏരിയയിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യത്തിൽ ചെയ്യുന്ന എന്താണ്, ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് കുറച്ചിട്ട് മാക്സിമം ഓട്ടോമേഷൻ എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോവുക. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്ററാണ്. On the other side, there are significant effort to quantify or standardize the human element through training and qualification. അതെന്ന് വെച്ചാൽ ഓപ്പറേറ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുക, ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഓപ്പറേറ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഫാക്ടർ. അടുത്തത് ഡിസ്കസ് ചെയ്യുന്ന ഇത് തന്നെയാണ് ഈ ഫ്യൂച്ചർ പ്രോഗ്രസ് ഇൻ NDTയിൽ. അത് മെയിനായിട്ടുള്ളതാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ഫാക്ടേഴ്സാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്.
Second in importance is an increasing demand from user for more precision, more reliability and more speed. As user become more dependent on NDT result to support extended component life and lower factor of safety, this pressure will increase. അടുത്ത ഫ്യൂച്ചറിൽ ട്രെൻഡിൽ വരുന്നതെന്ന് വെച്ചാൽ എന്താണ്, യൂസർ ഈ NDT യൂസ് ചെയ്യുന്ന എൻഡ് യൂസേഴ്സ് എന്നുള്ള ഒരു പ്രഷറാണ് അവിടെ പറയുന്നത്. മീൻസ് എന്താ, എൻ്റെ യൂസേഴ്സിന് എന്ത് വേണം, മോർ പ്രിസിഷൻ വേണം, മോർ റിലയബിലിറ്റി വേണം ആൻഡ് മോർ സ്പീഡ്. ഇതൊക്കെ കിട്ടുന്ന രീതിയിൽ എന്താണ് ഡിസൈൻ ഓഫ് ദാറ്റ് NDT മെത്തേഡ് അത് ചെയ്യണമെന്നില്ല, എന്താണ് ഒരു ഫ്യൂച്ചർ സ്കോപ്പാണിതിൽ. പിന്നെ ഫൈനലി ദ നീഡ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ടെക്നിക് ആസ് വെൽ ആസ് അപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് വിൽ ഗ്രോ ടു കോപ്പ് അപ്പ് വിത്ത് മെനി ഓപ്പർച്യൂണിറ്റി ബീയിങ് പ്രസൻറ്റഡ്. Another factor coming into NDT is use of computer techniques to collect, store and process vast quantities of digital data at very high speeds. ഇതിൽ വരുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ സ്കോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, കമ്പ്യൂട്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഒരു പർട്ടിക്കുലർ മെത്തേഡ്സ് ഇപ്പം ഉള്ളതെന്ന് വെച്ചാൽ ഫോർ ഒരു അൾട്രാസോണിക് ടെസ്റ്റിംഗ് പറയുന്നത്, അതിൽ ആ ടെസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് എല്ലാ ഇതും ഡാറ്റയും കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നൽസ് മാത്രമേ ശരിക്കും അവിടെ അനലൈസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് പർട്ടിക്കുലർ റിസൾട്ടിന് ആവശ്യമുള്ളത് മോർ ആൻഡ് മോർ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് എന്താണ് അതിൽ കിട്ടുന്ന എല്ലാ സിഗ്നൽസും പ്രോസസ്സ് ചെയ്തിട്ട് കൂടുതൽ ഡാറ്റ അവൈലബിൾ ആയിരിക്കും. ആ രീതിയിലുള്ള കൺസെപ്റ്റാണ് വേറൊരു ഫ്യൂച്ചർ സ്കോപ്പിൽ വരുന്നത്. അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് NDT. എവിടെയൊക്കെയാണ് NDT ഉപയോഗിക്കുന്നത്? സം ബേസിക് യൂസസ് ഓഫ് NDT മെത്തേഡ്സ് ആർ ഫ്ലോ ഡിറ്റക്ഷൻ ആൻഡ് ഇവാലുവേഷൻ. സെക്കൻഡ് വൺ ലീക്ക് ഡിറ്റക്ഷൻ. തേർഡ് വൺ ലൊക്കേഷൻ ഡിറ്റർമിനേഷൻ. ഫോർത്ത് വൺ ഡയമെൻഷണൽ മെഷർമെൻറ്റ്. ഫിഫ്ത്ത് വൺ സ്ട്രക്ചർ ആൻഡ് മൈക്രോ സ്ട്രക്ചർ ക്യാരക്ടറൈസേഷൻ. സിക്സ്ത് വൺ എസ്റ്റിമേഷൻ ഓഫ് മെക്കാനിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. സെവൻത്ത് വൺ ഫൈൻഡിങ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഡൈനാമിക് റെസ്പോൺസ്. ഇതൊക്കെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള യൂസസ് ആണ് NDT മെത്തേഡ്സിൻ്റെ. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. NDT ഫൈൻഡ്സ് ഇറ്റ് അപ്ലിക്കേഷൻ ഇൻ ഫസ്റ്റ് വൺ ഇൻസ്പെക്ഷൻ ഓഫ് റോ പ്രൊഡക്ട്സ്. റോ പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്, കാസ്റ്റിങ്, ഫോർജിങ്, എക്സ്ട്രൂഷൻ. ഇതൊക്കെ ഓപ്പറേഷൻ നടത്തിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫോർജ്ഡ് പ്രൊഡക്റ്റ്, കാസ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രൂഡഡ് പ്രൊഡക്റ്റ്, അതിലൊക്കെ ഡിഫക്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുക, NDT ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇൻസ്പെക്ഷൻ ഓഫ് കമ്പോണൻറ്റ്സ് ഫോളോയിങ് സെക്കൻഡറി പ്രോസസ്സിങ്, അതായത് മെഷീനിങ്, വെൽഡിങ്, ഗ്രൈൻഡിങ്, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, പ്ലേറ്റിംഗ് ഇതുപോലുള്ള ഓപ്പറേഷൻസ് ചെയ്തതിന് ശേഷം ഉള്ള കമ്പോണൻറ്റിൽ ഉള്ള ഡിഫക്ട്സ് കണ്ടുപിടിക്കാൻ എന്ത് ഉപയോഗിക്കുക, NDT ഉപയോഗിക്കുക. പിന്നെ ഇൻസ്പെക്ഷൻ ഫോർ ഇൻ സർവീസ് ഡാമേജ്, ക്രാക്കിംഗ്, കൊറോഷൻ, ഇറോഷൻ ഓർ വെയർ, ഹീറ്റ് ഡാമേജ്. ഇതൊക്കെ എന്താണ് ഇൻ സർവീസിൽ ഉണ്ടാകുന്ന, സർവീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്ട്സ് ആണ്. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് ഉപയോഗിക്കുക, NDT ഉപയോഗിക്കുക. അടുത്തത് പവർ പ്ലാന്റ് ഇൻസ്പെക്ഷൻ. പീരിയോഡിക്കലി പവർ പ്ലാന്റ്സ് ആർ ഷട്ട് ഡൗൺ ഫോർ ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ടേഴ്സ് ഫീഡ് എഡി കറന്റ് പ്രോബ്സ് ഇൻ ടു ഹീറ്റ് എക്സ്ചേഞ്ചർ ട്യൂബ്സ് ടു ചെക്ക് ഫോർ കൊറോഷൻ ഡാമേജ്. പവർ പ്ലാന്റ്സ് എന്താണ് ത്രൂ ഔട്ട് ദ ഇയർ അത് റൺ ചെയ്യുന്നുണ്ടാവില്ല. ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ആ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും കമ്പോണൻസിന് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൊറോഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് ഉപയോഗിക്കുന്നത്, എഡി കറൻറ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് വയർ റോപ്പ് ഇൻസ്പെക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഡിവൈസസ് ആൻഡ് വിഷ്വൽ ഇൻസ്പെക്ഷൻ ആർ യൂസ്ഡ് ടു ഫൈൻഡ് ബ്രോക്കൺ വയേഴ്സ് ആൻഡ് other damage to the wire rope that is used in chairlift, cranes and other lifting devices. ഓക്കെ, ഈ ഡിവൈസസിൽ ഉപയോഗിക്കുന്ന വയേഴ്സ് അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ വിഷ്വൽ ഇൻസ്പെക്ഷൻ ഉപയോഗിക്കും അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഡിവൈസസ് ഉപയോഗിക്കും. അടുത്തത് സ്റ്റോറേജ് ടാങ്ക് ഇൻസ്പെക്ഷൻ. റോബോട്ടിക് ക്രോളേഴ്സ് യൂസ് അൾട്രാസൗണ്ട് ടു ഇൻസ്പെക്ട് ദ വാൾസ് ഓഫ് large above ground tank for signs of thinning due to corrosion. ലാർജ് ടാങ്ക്സ്, സ്റ്റോറേജ് ടാങ്ക്സ് അത് എബോവ് ഗ്രൗണ്ട് ലെവലിലെ ടാങ്ക് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഉപയോഗിക്കുന്നത്, റോബോട്ടിക് ക്രോളേഴ്സ്. അതെന്താ ഉപയോഗിക്കുന്നത്, അൾട്രാസൗണ്ട് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. എന്താണ് അവിടെ ഇൻസ്പെക്ട് ചെയ്യുന്നത്, ആ ടാങ്കിന് എന്തെങ്കിലും കൊറോഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്. പിന്നെ അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ എന്താ ഉപയോഗിക്കുന്നത്,
Camera on long articulating arms are used to inspect underground storage tank for damage. Seventh one, aircraft inspection. Non-destructive testing is used extensively during the manufacturing of aircraft. എയർക്രാഫ്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. കാരണം എന്താ, അതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കമ്പോണൻറ്റും റിലയബിൾ ആയിരിക്കണം, ഒരു ഡിഫക്റ്റും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ആ സമയത്ത് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? NDT യൂസ് ചെയ്യുന്നുണ്ട്. NDT ഈസ് ഓൾസോ യൂസ്ഡ് ടു ഫൈൻഡ് ക്രാക്സ് ആൻഡ് കൊറോഷൻ ഡാമേജ് ഡ്യൂറിങ് ഓപ്പറേഷൻ ഓഫ് ദി എയർക്രാഫ്റ്റ്. എ ഫറ്റീഗ് ക്രാക്ക് ദാറ്റ് സ്റ്റാർട്ടഡ് അറ്റ് ദ സൈറ്റ് ഓഫ് എ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ഈസ് ഷോൺ ബിലോ. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഫറ്റീഗ് ക്രാക്കാണ്. എന്താണ്? ലൈറ്റ്നിങ് മൂലം ഉണ്ടായ ഒരു ഫറ്റീഗ് ക്രാക്ക്, ഒരു കമ്പോണൻറ്റിലുണ്ടായ ഫറ്റീഗ് ക്രാക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ജെറ്റ് എൻജിൻ ഇൻസ്പെക്ഷൻ. Aircraft engines are overhauled after being in service for a period of time. They are completely dismantled, cleaned, inspected and then reassembled. അതായത് എയർക്രാഫ്റ്റ് എൻജിൻസ് അതെന്താണ്, അണ്ടിൽ ഫെയിലിയർ വരെ ഒരിക്കലും സർവീസിലുണ്ടാവില്ല. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് സർവീസ് കഴിഞ്ഞാൽ എന്താണ്, അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അതിന് എന്താ ഉപയോഗിക്കുന്നത്? ആ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് NDTs ഉപയോഗിക്കുന്നുണ്ട്. Fluorescent penetrant inspection is used to check many of the parts for cracking. അടുത്തത് പ്രഷർ വെസൽ ഇൻസ്പെക്ഷൻ. പ്രഷർ വെസൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് അണ്ടർ ഹൈ പ്രഷർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രഷർ വെസൽ എന്ന് പറയുന്നത്. ദ ഫെയിലിയർ ഓഫ് പ്രഷർ വെസൽ ക്യാൻ റിസൾട്ട് ഇൻ റാപ്പിഡ് റിലീസ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി. ഇൻ കേസ് ആ പ്രഷർ വെസൽ ഫെയിൽ ആയിട്ടുണ്ടെന്താണ്, ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് എന്താണ്, നേരെ അറ്റ്മോസ്ഫിയറിലോട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകും. ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ദിസ് ഡേഞ്ചറസ് ഇവൻറ്റ്, ടാങ്ക്സ് ആർ ഇൻസ്പെക്റ്റഡ് യൂസിങ് റേഡിയോഗ്രഫി ആൻഡ് അൾട്രാസോണിക് ടെസ്റ്റിംഗ്. പ്രഷർ വെസൽ ഉപയോഗിക്കുന്ന NDT മെത്തേഡ്സ് ആണ് റേഡിയോഗ്രഫിയും അൾട്രാസോണിക് ടെസ്റ്റിംഗ്. നെക്സ്റ്റ്, റെയിൽ ഇൻസ്പെക്ഷൻ. നമുക്കറിയാം റെയിൽ എന്താ, ട്രെയിൻ പോകുന്ന സമയത്ത് ആ റെയിലിൻ്റെ മുകളിൽ അത്രയും ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ, ദർ ഈസ് എ ചാൻസ് ഓഫ് ക്രാക്കിംഗ് ദി റെയിൽ. അതെന്ത് ചെയ്യണം? പീരിയോഡിക്കലായിട്ട് എന്ത് ചെയ്യണം? ആ റെയിൽസ് എന്താണ്, എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതിനെന്താ ഉപയോഗിക്കുന്നത്? സ്പെഷ്യൽ കാർസാണ് ഉപയോഗിക്കുന്നത്. സ്പെഷ്യൽ ട്രെയിൻസ്, സ്പെഷ്യൽ കാർസ് എക്യുപ്ഡ് വിത്ത് NDT എക്യുപ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ഇൻസ്പെക്ട് thousands of miles of rail to find cracks that could lead to a derailment. റെയിലിൻ്റെ ഉള്ളിൽ ക്രാക്ക് ഉണ്ടെങ്കിൽ എന്താണ്, ദർ ഇസ് എ ചാൻസ് ഓഫ് ഡീറെയിൽമെൻറ്റ്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, NDT മെത്തഡാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് പൈപ്പ് ലൈൻ ഇൻസ്പെക്ഷൻ. NDT ഈസ് യൂസ്ഡ് ടു ഇൻസ്പെക്ട് പൈപ്പ് ലൈൻസ് ടു പ്രിവെൻറ്റ് ലീക്സ് ദാറ്റ് കുഡ് ഡാമേജ് ദി എൻവിറോൺമെൻറ്റ്. ഓക്കെ, പൈപ്പ് ലൈനിലൂടെ കെമിക്കൽസ് അല്ലെങ്കിൽ ടോക്സിക് ലിക്വിഡ്സ് ഒക്കെയാണ് പാസ് ചെയ്യുന്നുണ്ടാവുക. അതിലെന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ എന്താ, ആ പൈപ്പ് ലൈനിൽ അത് നേരെ എൻവിറോൺമെൻറ്റിലോട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താ, അതിൽ ഒരു ഡിഫക്റ്റും ഇല്ല, ഒരു ലീക്കേജൊക്കെ ഇല്ലയെന്ന് എൻഷുർ ചെയ്തതിന് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. വിഷ്വൽ ഇൻസ്പെക്ഷൻ, റേഡിയോഗ്രഫി ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ടെസ്റ്റിംഗ്സ് ആർ സം ഓഫ് ദി NDT മെത്തേഡ്സ് യൂസ്ഡ് ഫോർ പൈപ്പ് ലൈൻ ഇൻസ്പെക്ഷൻ. Now we can see the comparison between destructive and non-destructive testing. Destructive testing is carried out to find properties and behavior of specimen under different loads, and NDT is used to find properties of materials and find out the defect. Destructive testing എന്ന് വെച്ചാൽ മെയിനായിട്ട് ലോഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ടെൻഷൻ ടെസ്റ്റ്, കംപ്രഷൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ എന്താണ്, അണ്ടർ ലോഡാണ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് പ്രോപ്പർട്ടി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നേരെ മറിച്ച് NDTയിൽ വരുന്ന സമയത്തോ ഇത് സ്പെസിമെൻ ലോഡ് ചെയ്യുന്നില്ല, അത് മെയിനായിട്ട് എന്താണ്, ഡിഫക്ട്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഡിസ്ട്രക്റ്റീവ് സെക്കൻഡ് പോയിൻറ്റ്, ദ സ്പെസിമെൻ ഈസ് ഡാമേജ്ഡ് ഡ്യൂറിങ് ദ ടെസ്റ്റ് ആൻഡ് ഇൻ NDT the specimen is not damaged during the test. Third one, defects cannot be found out using destructive testing, but in NDT defects can be found out. The destructive testing is more costly compared to non-destructive testing. And the fifth point is, destructive tests are not usually convenient to apply to parts in service. Generally, service must be interrupted and the part permanently removed from the service. എന്ന് വെച്ചാൽ എന്താണ്, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇൻ സർവീസിലുള്ള കമ്പോണൻസിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല.
അവിടെ ഏതേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു സർവീസിലുള്ള കമ്പോണൻറ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, ആ കമ്പോണൻറ്റ് ആ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ നിർത്തിയിട്ട് ആ കമ്പോണൻറ്റ് പുറത്തെടുത്താൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. NDT അങ്ങനെയല്ല, ഇൻ സർവീസിലെ കമ്പോണൻറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത്, എ സിംഗിൾ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് മേ measure only one or few of the properties that may be critical under service condition, but in NDT it is possible to measure as many different properties correlated with the service performance as desired. അതിൻ്റെ മീനിങ് എന്താ, ഒരു കമ്പോണൻറ്റിൽ NDT ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർട്ടി മാത്രമേ ശരിക്കും ഇവിടെ ഒന്നോ രണ്ടോ പ്രോപ്പർട്ടീസ് മാത്രമേ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഒരു കമ്പോണൻറ്റ്. കാരണം എന്താ, അത് കമ്പോണൻറ്റ് ഓൾറെഡി ഡിസ്ട്രക്ട് ചെയ്ത് പോയി ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. നേരെ മറിച്ച് NDTയിലോട്ട് വരുന്ന സമയത്തോ ഒരു കമ്പോണൻറ്റിലെ ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സീരീസ് ഓഫ് ടെസ്റ്റിങ് ചെയ്താൽ മതി. നെക്സ്റ്റ്, ടെസ്റ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ഓൺ എ ഫ്രാക്ഷൻ ഓഫ് ദി പ്രൊഡക്ഷൻ ലോഡ് ടു ബി യൂസ്ഡ് ഇൻ ദി സർവീസ് ഇൻ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. In NDT, test can be made on every unit to be used in service if economically justifiable. നോർമലി ടെസ്റ്റ് എന്ത് ചെയ്യാണ്, സാമ്പിൾ ടെസ്റ്റിംഗ് ആണ് ചെയ്യുക. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് വെച്ചാൽ ഒരുപാട് കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അല്ലാതെ എല്ലാ കമ്പോണൻറ്റും ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നേരെ മറിച്ച് NDT ആണെങ്കിലോ ആ പ്രൊഡ്യൂസ് എക്കണോമിക്കലി ഫീസിബിൾ ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കമ്പോണൻസും വേണമെങ്കിൽ എന്ത് ചെയ്യുക, NDT ചെയ്യുക. കാരണം എന്താ, അവിടെ ഡിസ്ട്രക്ഷൻ നടക്കുന്നില്ല. നെക്സ്റ്റ് പോയിൻറ്റ്, ടെസ്റ്റ് റിസൾട്ട്സ് യൂഷ്വലി yield ന്യൂമറിക്കൽ ഡാറ്റ യൂസ്ഫുൾ ഫോർ ഡിസൈൻ പർപ്പസ് ഓർ ഫോർ എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് ഓർ സ്പെസിഫിക്കേഷൻ. അതായത് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റ് ഡിസൈൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ട്, അതായത് ഈൽഡ് സ്ട്രെങ്ത്, അതുപോലെയുള്ള കുറേ, അതേപോലെ കംപ്രഷൻ സ്ട്രെങ്ത്, മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ്, അതേപോലെ റിസൾട്ടൊക്കെ എന്താണ്, കമ്പോണൻറ്റ് ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ടും അതേപോലെ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്താണ്, ലോഡ് ടെസ്റ്റല്ല ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, ഡിസൈൻ പർപ്പസിന് അവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ ഡിസൈൻ പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അവിടെ എന്താ, NDT do not usually measure load for failure. They may however reveal the mechanism of failure. NDT വഴി ഫെയിലിയർ മെക്കാനിസം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ചിലപ്പോൾ ഇവിടെ കിട്ടും. ഇനി ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിന് എക്സാമ്പിൾ ബെൻഡിങ് ടെസ്റ്റ്, ടെൻഷൻ ടെസ്റ്റ്, കംപ്രഷൻ ടെസ്റ്റ്, ഇമ്പാക്റ്റ് ടെസ്റ്റ്, ഇതൊക്കെയാണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിന് എക്സാമ്പിൾ. നോൺ ഡിസ്ട്രക്റ്റീവിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് വരുന്നത്, അൾട്രാസോണിക് ടെസ്റ്റിംഗ്, എഡി കറൻറ്റ് ടെസ്റ്റിംഗ്, ലിക്വിഡ് പെനിട്രേറ്റിംഗ് ടെസ്റ്റിംഗ്, എക്സെട്ര. ഇത് മാത്രമല്ല ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്.